ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്നത്തെ ന്യൂസ് അനാലിസിസിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് ഹെഡ്ലൈൻസ് ഏതൊക്കെയെന്ന് ആദ്യം നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ദ കേസ് ഫോർ എ സ്പെഷ്യൽ ഫിസിക്കൽ പാക്കേജ് ഫോർ ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഒരു ഫെഡറലിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആർട്ടിക്കിളാണ്. അപ്പം ഫിസിക്കൽ ഫെഡറലിസം ആണ് മെയിൻ ആസ്പെക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ. സെക്കൻഡ് വൺ ഈസ് റീറൈറ്റിംഗ് ദ സ്ക്രിപ്റ്റ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. തേർഡ് വൺ ഈസ് ദ 3-year പ്രാക്ടീസ് മാൻഡേറ്റ് ഫോർ ജുഡീഷ്യൽ സർവീസ് വെൽക്കം. ഇപ്പോൾ ജുഡീഷ്യൽ റിഫോം ബേസ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. ഫോർത്ത് വൺ ഓട്ടോണമസ് വാർഫെയർ ഇൻ ഓപ്പറേഷൻ സിന്ധൂർ. ഡിഫൻസ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. ഫിഫ്ത്ത് വൺ ദ എയർ ചീഫ് മാർഷൽ ഫ്ലാഗ്സ് ഡിലേ ഇൻ ഡിഫൻസ് പ്രോജക്ട് ഇൻവൈറ്റ്സ് പ്രൈവറ്റ് പ്ലേയേഴ്സ് ടു കോൺട്രിബ്യൂട്ട്. അപ്പോൾ ഡിഫൻസ് സെക്ടറിൽ പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷനെ കുറിച്ചുള്ള ന്യൂസാണ്. സിക്സ്ത് വൺ കംസ് സെബി ടു കൊളാബറേറ്റ് വിത്ത് പ്രോബ് ഏജൻസീസ് ടു സേഫ് ഗാർഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഒരു റെഗുലേറ്ററി ബോഡി ആസ്പെക്റ്റിലുള്ള ന്യൂസാണ്. സെവൻത് വൺ ടൊബാക്കോ അഫോർഡബിലിറ്റി ഫ്യൂലിംഗ് ക്യാൻസർ എപ്പിഡമിക് ഇൻ ഇന്ത്യ. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ് ടൊബാക്കോ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഇന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആർട്ടിക്കിൾ. നമുക്ക് അതിൻ്റെ ബ്രീഫും അതിൻ്റെ മെയിൻ അനാലിസിസിലോട്ടും പോകാം. സോ ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ ദ കേസ് ഫോർ എ സ്പെഷ്യൽ ഫിസിക്കൽ പാക്കേജ് ഫോർ ആന്ധ്രാപ്രദേശ്. അപ്പോൾ ആന്ധ്രാപ്രദേശ് എന്ന സ്റ്റേറ്റിൻ്റെ ഒരു ഫിസിക്കൽ പാക്കേജിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഡിസ്കഷനാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ 2014 ആന്ധ്രാപ്രദേശ് ബൈഫർക്കേറ്റ് ചെയ്തിട്ട് തെലങ്കാന ആന്ധ്രാപ്രദേശ് ആവുന്നുണ്ട്. കോമൺ ആയിട്ട് ക്യാപിറ്റൽ ഹൈദരാബാദാണ് കീപ്പ് ചെയ്ത്. ഈ ഹൈദരാബാദ് കോമൺ ക്യാപിറ്റൽ ആവുന്നതുകൊണ്ട് തന്നെ അതിന് ഹ്യൂജ് ഫിസിക്കൽ ലോസ് ആക്ച്വലി ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നോട്ട് അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അവർക്ക് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് വേണമെന്ന്. പക്ഷേ ഓദർ പറയുന്ന ഒരു അനാലിസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കൊടുത്താൽ അത് അവരുടെ ഫിസിക്കലായിട്ട് അവർക്കുണ്ടായ ലോസ് കവറപ്പ് ചെയ്യില്ല. ഇപ്പോഴത്തെ ഫിനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ ആയിട്ടുള്ള സ്പെഷ്യൽ പാക്കേജ് ആക്ച്വലി അവരെ ഒത്തിരി കൂടെ ഫേവറബിൾ ആക്കുമെന്നാണ് മെയിനായിട്ട് ന്യൂസിൽ ബ്രീഫ് ചെയ്തത്. ഇനി ഇത് ആക്ച്വലി മെയിൻ കൺസെപ്റ്റ് ഓറിയൻറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെഡറൽ ഇക്വിറ്റിയും നമ്മളെ ഫെഡറലിസം ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ഓൾറെഡി ഫിനാൻസ് കമ്മീഷൻ ഓരോ ഫോർമുലാസ് കൊണ്ടുവന്നിട്ട് ഡെവല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ലോസ് വന്ന സ്റ്റേറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സ്പെഷ്യൽ പാക്കേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമുല ബേസ്ഡ് കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫിസിക്കൽ ഫെഡറലിസത്തിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒന്നാണെന്നാണ് ആക്ച്വലി ഈ ഓദർ ഈ ന്യൂസിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ന്യൂസിൻ്റെ സമ്മറി വന്നിട്ട് നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് പ്രിലിംസ് മെയിൻസ് അനാലിസിസിലോട്ട് പോകാം. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കീവേഡ് വരുന്നത് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് എന്നുള്ള കീവേഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1969 5th ഫിനാൻസ് കമ്മീഷനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്ക്വേർഡ് സ്റ്റേറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താക്കി ചോദിച്ചു കഴിഞ്ഞാൽ ഹയർ സെൻട്രൽ ഗ്രാൻഡ് കൊടുക്കുന്നതാണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഹയർ ഷെയർ ഓഫ് ഗ്രാൻഡ് കിട്ടും, ടാക്സ് കൺസെഷൻ ഉണ്ടാവും, ഫ്ലെക്സിബിൾ ഫണ്ടിങ് ഉണ്ടാവും. പക്ഷേ 14th ഫിനാൻസ് കമ്മീഷൻ ഇതിനെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. പകരം ഇവർക്ക് കൂടുതലായിട്ട് ഫോർമുല ബേസ്ഡ് ഷെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് ആക്ച്വലി ഇപ്പോൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്, റാദർ ദാൻ ഗീവിങ് എ സ്പെഷ്യൽ സ്റ്റാറ്റസ്. അപ്പം ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് കീവേഡ് വരുന്നിട്ട് ഫിനാൻസ് കമ്മീഷനാണ്. അപ്പോൾ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഏതാ ആർട്ടിക്കിൾ 280. കോൺസ്റ്റിറ്റ്യൂട്ടഡ് എവറി 5 years ടു റെക്കമെൻഡ് ടാക്സ് ഷെയറിംഗ്. അതാണ് അവരുടെ മെയിൻ മാൻഡേറ്റ് വന്നിട്ട്. റെക്കമെൻഡ്സ് ഗ്രാൻഡ് ടു നീഡി സ്റ്റേറ്റ്, അഡ്വൈസ് ഓൺ ലോക്കൽ ബോഡി ഫണ്ട്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്പെഷ്യൽ പാക്കേജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ കാലഹന്തി പ്ലാൻ എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ട്, ആക്ച്വലി ഒഡീഷ സ്റ്റേറ്റിനാണ്. ബുണ്ടേഗൽ പാക്കേജ് ഉണ്ട് UP ആൻഡ് MP സ്റ്റേറ്റ്സിന് വേണ്ടിയിട്ട്. പിന്നെ അല്ലാതെ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ബീഹാർ, ആന്ധ്രാപ്രദേശിനൊക്കെ ഇതേപോലെ സ്പെഷ്യൽ പാക്കേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂസ് സമ്മറി നമുക്ക് ഏതൊക്കെ ഏരിയയിലോട്ട് കണക്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GS പേപ്പർ 2 ഗവർണൻസ് ആംഗിളിലും ഫെഡറലിസം ആംഗിളിലും, അതേപോലെ GS പേപ്പർ 3 ഫിസിക്കൽ ഫെഡറലിസം എന്നുള്ള ഒരു ആംഗിളിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ആക്ച്വലി ഈ ന്യൂസിൻ്റെ മെയിൻ അനാലിസിസ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലോട്ട് പോകാം. നെക്സ്റ്റ് ന്യൂസ് ഒരു ഏർലി ചൈൽഡ്ഹുഡ് ഇൻ്റർവെൻഷനും അവരുടെ എഡ്യൂക്കേഷനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ന്യൂസിൻ്റെ മെയിൻ സമ്മറി പറയുന്നത് ഒരു ഗ്രാഫിക്കൽ കർവിനെ ബേസ് ചെയ്തിട്ടാണ്. കർവിൻ്റെ പേര് ഹെക്മാൻ കർവ് എന്നാണ്. അപ്പോൾ ഈ കർവിൻ്റെ സ്റ്റഡി ബേസ് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏർലി ചൈൽഡ്ഹുഡ് സമയത്ത് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ലേറ്റർ നമുക്ക് ഹൈ റിട്ടേൺസ് തരുമെന്നാണ് അതിൻ്റെ സ്റ്റഡി പറയുന്നത്. സോ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഓഫേഴ്സ് മാക്സിമം റിട്ടേൺ ഓൺ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതെങ്ങനെയൊക്കെയാണ് നമുക്കൊരു റിട്ടേൺ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഇംപ്രൂവിങ് ഫ്യൂച്ചർ ഇൻകം, ലേണിംഗ് എബിലിറ്റി ആൻഡ് ലൈഫ് ഔട്ട്കംസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ സമ്മറി. അപ്പോൾ ഈ സമ്മറി നമ്മൾ ഇന്ത്യൻ സിനാറിയോയിലോട്ട് എങ്ങനെ കൺസിഡർ ചെയ്യണമെന്നാണ് ആക്ച്വലി ഈ ഓതേഴ്സ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സിനാറിയോ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനിൽ കുറേ ക്രിട്ടിക്കൽ ഗ്യാപ്സ് ഉണ്ട്. അതിന് മെയിൻ ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്: ലോ ഇൻസ്ട്രക്ഷണൽ ടൈം,
ഇൻഎഡ്യൂക്കേറ്റ് ടീച്ചർ ട്രെയിനിങ് റിസോഴ്സ്, വീക്ക് പാരൻ്റൽ എൻഗേജ്മെൻറ്റ്. ഇത്രയും മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനെ മെയിൻ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സായിട്ട്. അപ്പോൾ ഇത് ഓവർകം ചെയ്യുന്നതായിട്ട് ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ഗവൺമെൻറ് ലെവലിലുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ലെവൽസിലും ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാൽ വാട്ടിക്കാസും ശിശു വാട്ടിക്കാസ്, ബാൽ ചൗപ്പൽസ് എന്നൊക്കെ പറഞ്ഞ് ഒഡീഷ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് സ്റ്റേറ്റ്സിലൊക്കെ ഓരോ ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. ഇത് ആക്ച്വലി ഒരു കേസ് സ്റ്റഡീസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ്സ് ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റേഴ്സാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ ഗവൺമെൻറ് ഏതൊക്കെ രീതിയിലാണ് ഇതിനെ അണ്ടർടേക്ക് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വിഷൻ പ്ലാൻ ഔട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ 2047. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഫ്യൂച്ചർ വർക്ക് ഫോഴ്സ് സ്ട്രോങ് ആവണമെങ്കിൽ ഈ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ സ്ട്രോങ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ ലെവലിൽ നിന്നും അതേപോലെ ഗ്രൗണ്ട് ലെവലിലെ ആക്ഷൻ ഇംപ്ലിമെൻറ്റേഷനും നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടണം എന്നാണ് ആക്ച്വലി ഓതേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇത്ര ന്യൂസ് സമ്മറി വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് അനാലിസിസിലോട്ട് പോകും. അപ്പോൾ ഇതാണ് ആക്ച്വലി ആ കർവ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജ് ഓഫ് ഇൻ്റർവെൻഷനിൽ നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുമെന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഏർലി ചൈൽഡ്ഹുഡിലാണെന്ന് ആക്ച്വലി ഗ്രാഫ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് ഹെക്മാൻ കർവ്. എന്താ ഈ കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ഏർലി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കിഡ്സ് ഗീവ്സ് മോർ എക്കണോമിക് റിട്ടേൺ. റെലവൻസ് എന്ന് വെച്ചാൽ ഏർലി ചൈൽഡ്ഹുഡ് സ്കിൽ ബിൽഡിംഗ് ഈസ് മോർ കോസ്റ്റ് എഫക്റ്റീവ് ദാൻ ലേറ്റർ ഫിക്സസ്. അത് ഏർലി ചൈൽഡ്ഹുഡ് ഇൻ്റർവെൻഷൻ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് ലേറ്ററായിട്ട് ഫിക്സ് ചെയ്യുന്നതിനെക്കാട്ടി. ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് പറയുകയാണെങ്കിൽ അംഗൻവാടീസ്, ശിശു വാട്ടിക, അങ്ങനത്തെ കുറച്ച് ഇനിഷ്യേറ്റീവ് ഓൾറെഡി ഉണ്ട്. ഇന്ത്യയുടെ ഏർലി ചൈൽഡ്ഹുഡ് ഇമ്പാക്ട് സ്റ്റഡി പറയുകയാണെങ്കിൽ കീ ഫൈൻഡിങ്സ് ഇതാണ്. പ്രീ സ്കൂൾ ഹെൽപ്സ് സ്കൂൾ റെഡിനെസ് ബട്ട് ക്വാളിറ്റി വേരിയസ്. നമ്മുടെ ഇവിടെ ക്വാളിറ്റി ഔട്ട്കം വളരെ വേരിയേഷൻ, റീജിയൻ ബേസിന് വളരെ വേരിയേഷൻ ഉണ്ട്. ഓക്കെ, അതേപോലെ ഓൾറെഡി എൻറോൾമെൻറ്റ് ഹൈ ആണെങ്കിലും അതിൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ ആ ഒരു പഠിച്ച് ഇറങ്ങുന്ന ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പുവറാണ്. സോ ഇത്രയാണ് ഇതിൻ്റെ പ്രിലിംസ് ഫോക്കസ് ആയിട്ടുള്ള അനാലിസിസ് വരുന്നത്. അപ്പോൾ മെയിൻസ് പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ നമുക്ക് GS പേപ്പർ 2 എഡ്യൂക്കേഷൻ സെക്ടറിലും GS പേപ്പർ 2 ഗവർണൻസ് ആംഗിളും നമുക്ക് ഈ ഒരു ന്യൂസ് സമ്മറി കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ന്യൂസിൻ്റെ അനാലിസിസ് വരുന്നത്. നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോകും. അടുത്ത ന്യൂസ് വന്നിട്ട് ജുഡീഷ്യൽ റിഫോം റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ഓൾറെഡി കുറച്ച് ദിവസമായിട്ട് ന്യൂസിലുള്ളതാണ്. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് ഒരു സുപ്രീം കോടതി റൂളിംഗ് ഉണ്ടായിട്ടുണ്ട്. 3 ഇയർ ലീഗൽ പ്രാക്ടീസ് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഹയർ ജുഡീഷ്യൽ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനും ജോലിക്ക് അപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് കൺസേൺസ് ഓൾറെഡി ക്രിറ്റിക്സ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്രിറ്റിക്സ് മെയിനായിട്ട് ആർഗ്യൂ ചെയ്യുന്ന ഇതൊക്കെയാണ് ദ റൂൾ ലാക്സ് ഇമ്പീരിക്കൽ സപ്പോർട്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ജഡ്ജ്മെൻറ്റ് വരുന്നതിന് ഒരു ഇമ്പീരിക്കൽ സപ്പോർട്ട് ഇല്ല. മേ നോട്ട് ഗ്യാരണ്ടി ബെറ്റർ ജോബ്സ് ആൻഡ് റിസ്ക് എക്സ്ക്ലൂഡിങ് കേപ്പബിൾ കാൻഡിഡേറ്റ് എസ്പെഷ്യലി ഫോക്കസിങ് മാർജിനലൈസേഷൻ ആൻഡ് വുമൺ. ഈ ഒരു കൺസേൺസ് ആണ് മെയിനായിട്ട് ഓതേഴ്സ് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതിനൊരു സൊല്യൂഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ ട്രെയിനിങ്ങും അവർക്ക് സ്കില്ല് എൻഹാൻസ് ചെയ്യുന്നത് ഒത്തിരി കൂടെ ബെറ്റർ ഔട്ട്കം ആവും അവരുടെ സ്റ്റഡി സ്റ്റേജിൽ തന്നെ, റാദർ ദാൻ ഇങ്ങനത്തെ ഒരു 3 ഇയർ മാൻഡേറ്റ് കൊണ്ടുവരുന്നതിനെക്കാട്ടി. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് പ്രിൻസ് പോയിന്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് എ നീഡ് ഫോർ ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ്. ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസിൻ്റെ നീഡ് എന്താണെന്നുള്ളൊരു ഫസ്റ്റ് പോയിൻ്റാണ്. അതിൽ ഫസ്റ്റ് വൺ കംസ് സ്റ്റാൻഡർഡൈസ് റിക്രൂട്ട്മെൻറ്റ് ട്രെയിനിങ് ഉണ്ടാവും, ജുഡീഷ്യൽ വാക്കൻസീസ് ഫില്ല് ചെയ്യാൻ പറ്റും, എൻഹാൻസ് ഡൈവേഴ്സിറ്റി എൻഹാൻസ് ചെയ്യാൻ പറ്റും, ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, കരിയർ മൊബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഇത്രയും ആസ്പെക്റ്റിലാണ് ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനി ഇമ്പോർട്ടൻറ്റ് പ്രിലിംസ് പോയിന്റ് നോക്കുകയാണെങ്കിൽ കീവേഡ് വന്നിട്ട് ആർട്ടിക്കിൾ 234 ആണ്. എന്താണ് ആർട്ടിക്കിൾ മെൻഷൻ ചെയ്യുന്നത്? അപ്പോയിൻമെൻറ്റ് ഓഫ് പേഴ്സൺ അതർ ദാൻ ഡിസ്ട്രിക്ട് ജഡ്ജസ് ടു ജുഡീഷ്യൽ സർവീസ്. അപ്പോൾ ഡിസ്ട്രിക്ട് ജഡ്ജസ് അല്ലാത്ത ആൾക്കാരെ ജുഡീഷ്യൽ സർവീസിൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷനാണ് ആക്ച്വലി അത് ആർട്ടിക്കിൾ 234. ഇതാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവർണറാണ്. കൺസൾട്ടേഷൻ ആരുമായിട്ടെന്ന് വെച്ചാൽ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനും ഹൈക്കോർട്ടുമായിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ കൺസൾട്ടേഷൻ വിത്ത് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആൻഡ് ഹൈക്കോർട്ട്. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് എൻഷുവേഴ്സ് ഫെയർ മെറിറ്റ് ബേസ്ഡ് ജുഡീഷ്യൽ സെലക്ഷൻ പ്രോസസ്സ്. അപ്പോൾ ഫെയറും മെറിറ്റ് ആയിട്ടുള്ള ജുഡീഷ്യൽ പ്രോസസ്സിനെ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും. ഇനി ജുഡീഷ്യൽ സർവീസ് റിഫോമും ഓൾ ഇന്ത്യ ജുഡീഷ്യൽ ജഡ്ജസ് അസോസിയേഷൻ കേസ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇപ്പോൾ ജുഡീഷ്യൽ റിഫോം എന്ത് ആസ്പെക്റ്റാണ് റിഫോംസ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്? ഇംപ്രൂവ് റിക്രൂട്ട്മെൻറ്റ്, പേ ആൻഡ് ട്രെയിനിങ് ഫോർ സബോർഡിനേറ്റ് ജഡ്ജസ്. ഓൾ ഇന്ത്യ ജഡ്ജസ് അസോസിയേഷൻ കേസ് മെയിനായിട്ട് യൂണിഫോം പേയ്ക്കും റിട്ടയർമെൻറ്റ് ഏജിനും എല്ലാം വേണ്ടിയിട്ടുള്ള ഒരു കേസായിട്ടാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ്ലി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദ റെഗുലേറ്ററി റോൾ ഇൻ ലീഗൽ പ്രൊഫഷൻ. അപ്പോൾ ലീഗൽ പ്രൊഫഷൻ്റെ റെഗുലേറ്ററി റോൾ പ്ലേ ചെയ്യുന്ന ആക്ച്വലി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. അത് മെയിനായിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന എന്തൊക്കെ ആസ്പെക്റ്റാണ്? എൻട്രി, കണ്ടക്ട് ആൻഡ് ഡിസിപ്ലിൻ ഓഫ് അഡ്വക്കേറ്റ്സ്. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആക്ച്വലി അത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ന്യൂസ് സമ്മറി നമുക്ക് GS പേപ്പർ 2 മെയിൻസിൽ ജുഡീഷ്യറി ആസ്പെക്റ്റിലും അതേപോലെ ഗവർണൻസ് ഏരിയയിലും കണക്ട് ചെയ്യാൻ പറ്റും.
ഇത്രയാണ് ഈ ന്യൂസിൻ്റെ മെയിൻ സമ്മറി വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോകാം. അടുത്ത ന്യൂസ് ഒരു ഡിഫൻസ് ടെക്നോളജി റിലേറ്റഡ് ന്യൂസാണ്. അപ്പോൾ ഓൾറെഡി ന്യൂസിൽ ഒരുപാട് ദിവസം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ഓട്ടോണമസ് വാർഫെയർ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, എസ്പെഷ്യലി യൂസ് ഓഫ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ. അപ്പോൾ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ അല്ലെങ്കിൽ UAV സിസ്റ്റം മെയിനായിട്ട് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയുടെ വാർഫെയറിൽ തന്നെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഇൻഡക്ഷന് ശേഷം വരുന്ന ഒരു യൂസേജാണ് ആക്ച്വലി അതിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് അത് യൂസ് ചെയ്തിട്ടുള്ളത് ആകാശ്, ബരാക്, സ്പൈഡർ ആൻഡ് S-400 സിസ്റ്റം മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസും മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ ആക്ച്വലി ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റാണ്. അതായത് നോർമലായിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വാർഫെയറിനെ കാട്ടി നമ്മൾ ഒരു ഓട്ടോണമസ് ലെവലിലോട്ട് മെയിൻലി AI ഡ്രിവൺ ആയിട്ടുള്ള ഒരു വാർ സെറ്റപ്പിലോട്ട് ഒരു പാരഡമിക് ഷിഫ്റ്റാണ് ആക്ച്വലി മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് കോസ്റ്റ് എഫക്റ്റീവാണ്, വളരെ നെറ്റ്വർക്ക് കണക്റ്റഡ് ആയിട്ട് വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള അറ്റാക്ക് ലോഞ്ച് ചെയ്യാൻ സഹായിക്കും എന്നാണ് ആക്ച്വലി ന്യൂസിൽ മെയിനായിട്ട് ബ്രീഫ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് അനാലിസിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഡ്രോൺ സിസ്റ്റത്തിനെ കുറിച്ച് ഉള്ള ഒരു ഐഡിയ ആണ് മെയിനായിട്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ നെയിമെങ്കിലും ഒന്ന് അറിയണം. ഫസ്റ്റ് വൺ ഇസ് നാഗാസ്ത്ര. ഇത് ആക്ച്വലി ഇൻഡിജിനിയസ് ആയിട്ട് ബിൽഡ് ചെയ്തതാണ്. നെക്സ്റ്റ് വൺ ഹറോപ്പ്, ഇസ്രയേലിൻ്റെ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തിട്ട് ബിൽഡ് ചെയ്തതാണ്. നെക്സ്റ്റ് വൺ കംസ് തബസ്, ഇതൊരു ഇൻഡിജിനിയസ് ഡ്രോണാണ്. ഹെറോൺ ഇസ്രയേലിയാണ്. ആൻഡ് സ്വാം ഡ്രോൺസും ഇതെല്ലാം കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡ്രോൺ സിസ്റ്റമാണ് ആക്ച്വലി ഇത് സ്വാം ഡ്രോൺസ് എന്ന് പറയുന്നത്. ഇനി ഈ ഡ്രോൺസിനെ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് എയർ ഡിഫൻസ് സിസ്റ്റം. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട ഒരു ടെക്നോളജി കേപ്പബിലിറ്റിയാണ് എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ഡിഫൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആകാശ് മിസൈൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ഇൻഡിജിനിയസ് സർഫസ് ടു എയർ മിസൈൽ. അതേപോലെ ബരാക് 8 ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ഇൻഡോ ഇസ്രയേൽ മിസൈലാണ്. S-400 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റഷ്യൻ ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം. ഇനി എമർജിങ് ടെക്നോളജി ഡിഫൻസ് ടെക്നോളജി നോക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ കുറച്ച് എമർജിങ് ആയിട്ടുള്ള ടെക്നോളജീസ് നമ്മൾ ഓൺ പ്രോസസ്സിലാണ്, എസ്പെഷ്യലി യൂസിങ് ഓഫ് ലേസേഴ്സ് ആൻഡ് മൈക്രോവേവ്. അതേപോലെ AI ഇൻഫ്യൂഷനും ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട് വാർഫെയറിൽ. അപ്പോൾ ഈ ന്യൂസ് സമ്മറി മെയിനായിട്ട് നമുക്ക് GS പേപ്പർ 3 ടെക്നോളജി അഡോപ്ഷൻ ഇൻ ഡിഫൻസ് ടെക്നോളജിയിൽ മെയിനായിട്ട് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ന്യൂസ് സമ്മറിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോകാം. ഇപ്പോൾ നെക്സ്റ്റ് ന്യൂസ് ഒരു ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ നേരത്തെ ന്യൂസിൻ്റെ കണ്ടിന്യൂഷൻ എന്നോണമുള്ള ന്യൂസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡിഫൻസ് ആസ്പെക്റ്റിൽ ഇപ്പം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ വാർഫെയറിൽ ഒരുപാട് മോഡേണൈസേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ മോഡേണൈസേഷൻ വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു കീ ഫാക്ടറാണ്. അപ്പോൾ ഓൾറെഡി എയർ മാർഷൽ ഹൈലൈറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഉള്ള ഡിഫൻസ് പ്രോജക്റ്റ് വളരെ ഡിലേ ആണ്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഹൈ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. മെയിനായിട്ട് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇൻഡിജിനിയസ് കേപ്പബിലിറ്റി എൻഹാൻസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ബൂസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതിൻ്റെ മെയിൻ റീസൺ അത് ഹൈലൈറ്റ് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് മോഡേൺ വാർഫെയറിലോട്ട്, അതായത് ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള ടെക്നോളജി സെൻട്രിക് ആയിട്ടുള്ള മോഡേൺ വാർഫെയറിലോട്ട് മാറുമ്പോൾ നമുക്ക് നല്ല ഇന്നോവേറ്റീവ് ആയിട്ടും പ്രൈവറ്റ് കൊളാബറേഷൻ വളരെ അത്യാവശ്യമെന്നാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രിലിംസ് പോയിന്റ് ഓഫ് നോക്കുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്രോജക്റ്റ് നെയിമുണ്ട് AMCA എന്ന് പറഞ്ഞിട്ട്. അത് നെക്സ്റ്റ് ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ഫോർ ഇന്ത്യ. അപ്പോൾ സ്റ്റെൽത്ത് എയർ ഡിഫൻസിൽ സ്റ്റെൽത്ത് ഫൈറ്ററിൻ്റെ ഒരു പ്രോജക്റ്റാണ് ആക്ച്വലി അത് AMCA എന്ന് പറയുന്നത്. അതേപോലെ ഓപ്പറേഷൻ സിന്ദൂർ ഇമ്പോർട്ടൻറ്റ് കീവേഡാണ്. പിന്നെ പ്രൈവറ്റ് സെക്ടർ റോൾ ഇൻ ഡിഫൻസ്. ഇപ്പോൾ ഡിഫൻസിൽ ഓൾറെഡി പ്രൈവറ്റ് സെക്ടർ എന്തൊക്കെ റോൾ കീപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മനിർഭർ ഭാരതിൻ്റെ പാർട്ടായിട്ട് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് ഫേംസ് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് മെഷീൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഡ്രോൺസ് ആൻഡ് വെപ്പൺ സിസ്റ്റം. ഇത് കൂടുതൽ ഇന്നോവേഷനും സെൽഫ് സഫിഷ്യൻസിയും ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ FDI നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല സെക്ടറിലും ക്യാപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി 74% വരെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അലോ ചെയ്യുന്നുണ്ട്. മെയിൻ സെക്ടേഴ്സ് എന്ന് നോക്കിയാൽ കോള്, ഡിഫൻസ്, സിവിൽ ഏവിയേഷൻ, പവറാണ് മെയിൻ സെക്ടേഴ്സ് വരുന്നത്. പിന്നെ മെയിൻ പോയിന്റ് ഓഫ് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് പോളിസീസ് എന്നുള്ള ആംഗിൾ GS പേപ്പർ 2ലും GS പേപ്പർ 3ൽ ഇൻഡിജിനിയസ് ടെക്നോളജി ഇന്നോവേഷൻ എന്നുള്ള ഒരു ആംഗിളിലും നമുക്ക് മെയിനായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ന്യൂസിൻ്റെ സമ്മറി. നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോകും. അടുത്ത ന്യൂസ് റെഗുലേറ്ററി ബോഡിയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ സെബി ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സെബി റെഗുലേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താ സെബി ടു കൊളാബറേറ്റ് വിത്ത് പ്രോബ് ഏജൻസീസ് ടു സേഫ് ഗാർഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇൻവെസ്റ്ററിൻ്റെ സേഫ് ഗാർഡിന് വേണ്ടിയിട്ട് പ്രോബ് ഏജൻസിയായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നു എന്നുള്ള ന്യൂസാണ് മെയിനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഇൻവെസ്റ്ററിൻ്റെ പ്രൊട്ടക്ഷനും ട്രാൻസ്പെറൻസിയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. സെബി ഈസ് ഇംപ്ലിമെൻറ്റിംഗ് എ സിസ്റ്റം ഫോർ വെരിഫൈയിങ് ലിസ്റ്റഡ് കമ്പനീസ് ക്ലെയിംസ് വിയ exchange and promoting only white listed app to prevent financial misinformation and fraud.
മെയിനായിട്ട് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫിൻടെക് ഫേംസ് ഉണ്ട്. അപ്പോൾ അവർ ഫിൻടെക് മീൻസ് ഫിനാൻഷ്യൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് സോഷ്യൽ മീഡിയ വഴി എല്ലാ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പ്സാണ്. അപ്പോൾ അവർ ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ മിസ് ഇൻഫർമേഷനും ഫ്രോഡും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി മെയിനായിട്ട് ഈ ഒരു ആംഗിളിലുള്ള റെഗുലേഷൻ സെബി മെയിനായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ കറസ്പോണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് എന്താണ് സെബിയുടെ റോളെന്നോ. മെയിനായിട്ട് മോണിറ്ററിങ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, ഫിനാൻഷ്യൽ ലിറ്ററസി ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ്. ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക, മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ ഓവർസൈറ്റ് ചെയ്യുക, മാർക്കറ്റ് സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് മെയിൻ ചെയ്യുക, പ്രൊമോട്ടിംഗ് ഓർഡർലി മാർക്കറ്റ് ഫങ്ഷനിങ് മെയിൻറ്റെയിൻ ചെയ്യുക, സേഫ് ഗാർഡ് ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്രിട്ടിക്കലായിട്ട് വരുന്നത് UPI ലിങ്ക്ഡ് സേഫ് ഗാർഡ് ഫോർ സെക്യൂർ മാർക്കറ്റ് ട്രാൻസാക്ഷൻ. അപ്പം മാർക്കറ്റ് ട്രാൻസാക്ഷന് സെക്യൂർഡ് ആക്കാൻ വേണ്ടി ഇപ്പോൾ UPI യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ഓൾറെഡി ബാങ്കിങ്ങിലുണ്ട്, അത് മാർക്കറ്റിലും കൂടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സെക്യൂരിറ്റി ഫീച്ചർ പറയുകയാണെങ്കിൽ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷനാണ്, റിയൽ ടൈം അലർട്ടും ഉണ്ടാവും. ഓക്കെ, പിന്നെ ഫിൻ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് സെബി റെഗുലേഷൻ എന്നുള്ള പോയിന്റ് നോക്കുകയാണെങ്കിൽ എന്താ ഫിൻ ഇൻഫ്ലുവൻസേഴ്സ് നോക്കിയാൽ ഇൻഫ്ലുവൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ചോയ്സസ് ഓൺലൈനിൽ ഇരുന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചോയ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സിനെയാണ് നമ്മൾ ഫിൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. സെബി ഇത് പുതിയ റൂൾ വെച്ചിട്ട് ഓൺലി രജിസ്റ്റേർഡ് എൻറ്റിറ്റീസ് ക്യാൻ ഗീവ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ്. അപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസിന് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പുതിയ റൂൾ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ന്യൂസ് സമ്മറി GS പേപ്പർ 2 സ്റ്റാറ്റ്യൂട്ടറി ബോഡി, റെഗുലേറ്ററി ബോഡി ആസ്പെക്റ്റിലും സൈബർ സെക്യൂരിറ്റി ആസ്പെക്റ്റിലും നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ന്യൂസിൻ്റെ സമ്മറി വരുന്നത്. നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോകാം. അടുത്ത ന്യൂസ് വന്നിട്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്, മെയിൻലി ടൊബാക്കോ അഫോർഡബിലിറ്റി ആയിട്ടുള്ള. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് വെച്ചാൽ ടൊബാക്കോ യൂസ് ഇന്ത്യയിൽ ഇത് റെഗുലേഷൻ കൊണ്ടുവന്നിട്ട് പോലും സ്റ്റിൽ വൈഡ് യൂസാണ്. ഇത് കാരണമുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള ഡിസീസ് വളരെ എപ്പിഡമിക് ആയിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട് ഇതിൻ്റെ വൈഡ് യൂസ് കാരണം. മെയിനായിട്ട് ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി റെഗുലേഷൻ ഉണ്ടെങ്കിലും സ്റ്റിൽ ഇതിന് അഫോർഡബിൾ ആയിട്ട് ആൾക്കാർക്ക്, എസ്പെഷ്യലി ലോ ഇൻകം ഗ്രൂപ്പ്സിന് ഇത് അവൈലബിൾ ആയിട്ടാണ് മാർക്കറ്റിലുള്ളത്. എസ്പെഷ്യലി ഇതിപ്പം ബൾക്കായിട്ടല്ലാതെ സിംഗിൾ സ്റ്റിക്കായിട്ടും ഇതിൻ്റെ ടാക്സസ് പലയിടത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ആ ടാക്സ് ഇംപ്ലിമെൻറ്റേഷനിലുള്ള ഗ്യാപ്പും എല്ലാം ഒരു മെയിൻ ഇഷ്യൂ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മെയിനായിട്ട് ഒരു പോളിസി ഗ്യാപ്പ് പറയുകയാണെങ്കിൽ വീക്ക് ടാക്സ് പോളിസീസ്, ഇൻഎഡിക്കേറ്റ് റെഗുലേഷൻ ആൻഡ് ടൊബാക്കോ ഇൻഡസ്ട്രീസ് ഇൻ്റർഫറൻസ്, ഇതെല്ലാം ഒരു ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ ന്യൂസിൽ വരുന്ന സമ്മറി. നമുക്കിൻ്റെ കറസ്പോണ്ടിങ് അനാലിസിസിലോട്ട് പോകും. അപ്പോൾ ഇതിനകത്ത് അനലൈസ് പോകുമ്പോൾ ഒരു ഫ്രെയിം വർക്കാണ്, WHO എംപവർ ഫ്രെയിം വർക്കാണ് ആക്ച്വലി മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. എന്താ ഈ എംപവർ ഫ്രെയിം വർക്ക് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഫോർ എന്ന് പറഞ്ഞാൽ മോണിറ്റർ ടൊബാക്കോ യൂസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ കംസ് പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ടൊബാക്കോ സ്മോക്ക് എന്നുള്ളതാണ്. സെക്കൻഡ് വന്നിട്ട് ഓഫർ ഹെൽപ്പ് ടു ക്വിറ്റ് ടൊബാക്കോ യൂസ് എന്നുള്ളതാണ്. W വന്നിട്ട് വാൺ അബൌട്ട് ഡേഞ്ചേഴ്സ് ഓഫ് ടൊബാക്കോ. ദെൻ E കംസ് ഫോർ എൻഫോഴ്സ് ബാൻസ് ഓൺ ടൊബാക്കോ അഡ്വർടൈസിങ് ആൻഡ് R ഫോർ റേസ് ടാക്സസ് ഓൺ ടൊബാക്കോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിമോണിക്കാണ്. അപ്പം ഓർത്ത് വയ്ക്കുക, WHO തന്നെ നിമോണിക്കാണ് എംപവർ എന്ന് പറയുന്നത്. മെയിൻ എൻ്റെ ഫോക്കസ് എന്ന് വെച്ചാൽ റെഡ്യൂസ് ടൊബാക്കോ ഹാം എന്നുള്ളതിൻ്റെ മെയിൻ പ്രോസസ്സ് വന്നിട്ട് നമുക്ക് GSTയിൽ ഇത് ഏത് റേറ്റിൽ വരുമെന്ന് വെച്ചാൽ 28% ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്, പ്ലസ് സെസ്സും കൂടെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. എസ്പെഷ്യലി ഇതിന് വളരെ കോസ്റ്റ്ലി ആക്കിയിട്ട് ഇതിൻ്റെ യൂസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഹൈ GST സ്ലാബിൽ ഇത് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പ്രിൻസ് പോയിന്റ് വരുന്നത്. നമുക്ക് മെയിൻസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് പോളിസീസ് ആംഗിളിൽ GS പേപ്പർ 2ലും GS പേപ്പർ 3ൽ ഹെൽത്ത് റിലേറ്റഡ് ആസ്പെക്റ്റിലും നമുക്ക് മെയിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മെയിൻ ന്യൂസ് അനാലിസിസ് വരുന്നത്. അപ്പം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ടായിട്ടുണ്ട്, ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതും ജുഡീഷ്യൽ റിഫോം ബേസ് ചെയ്തിട്ടുള്ളതും എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് മെയിൻ ഡിസ്കഷനിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നെക്സ്റ്റ് അടുത്ത ന്യൂസ് ഹൈലൈറ്റ്സുമായിട്ട് നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം. സോ താങ്ക് യു.